പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു പൂർണ്ണമായിട്ടും ഒരു മ്യൂസിക്കൽ ഫിലിമാണ്. പക്ഷേ ആ മ്യൂസിക്കിനോടൊപ്പം നമ്മൾ വളരെ സാധാരണക്കാരായ കുറച്ച് ആൾക്കാരുടെ ജീവിതം കൂടെ പറയുകയാണ്. സംഗീതം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു വലിയ ഒരു ഘടകമായിട്ട് ഈ സിനിമയിൽ വർത്തിക്കുന്നുണ്ട്. സൈഗാൾ എന്ന് പറയുന്ന പേര് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സൈഗാൾ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമ സംഗീത ചരിത്രത്തിലെ ഏറ്റവും ആരാധകരുണ്ടായിരുന്ന ഒരു ഗായകൻ. അദ്ദേഹത്തെ നമ്മൾ പറയുന്നത് വേദനയുടെ നൊമ്പരങ്ങളുടെ പാട്ടുകാരെന്നാണ്. ഒരുപാട് മെലഡികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധകരായ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി അങ്ങനെ പലർക്കും വെളിപ്പേരായിട്ട് സൈഗാൾ എന്ന് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് അബ്ദുൽ ഖാദറൊക്കെ അറിയപ്പെട്ടിരുന്നത് കേരള സൈഗാൾ എന്നാണ്. അത്തരത്തിൽ സൈഗാൾ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് അതൊരു പട്ടം ചാർത്തലായിട്ട് ആൾക്കാർ അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അപ്പം അത്തരം ഒരു തലമുറയിൽപ്പെട്ട ഒരാൾ സംഗീതം ഉപാസിച്ചിരുന്ന, പ്രത്യേകിച്ചും ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഉപാസിച്ച് സൈഗാളിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട് ബോംബെയിൽ പോയി ഉത്തരേന്ത്യയിൽ പോയി സംഗീതം പഠിച്ചു വന്ന ഒരാൾ, അയാൾക്ക് വിളിപ്പേര് കിട്ടിയത് സൈഗാൾ എന്നാണ്, സൈഗാൾ യൂസഫ് എന്നാണ്. അപ്പോൾ ആ സൈഗാൾ യൂസഫിൻ്റെ ജീവിതമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരുടെ ജീവിതമാണ് സൈഗാൾ പാടുകയാണ്. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടമാണ് സിനിമ മൊത്തത്തിൽ. ഒരു സന്നിഗ്ധമായ ഘട്ടത്തിൽ ആണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ സിനിമ ആരംഭിക്കുകയും ആ അവസ്ഥയിൽ നിന്നും അയാളുടെ ഒരു പിന്നോട്ടമാണ്, അയാളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്രയിലൂടെ തിരിച്ച് വീണ്ടും ഈ പ്രസൻറ്റ് ഘട്ടത്തിലേക്ക് തിരിച്ചെത്തി അയാൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ വളരെ തീക്ഷ്ണമായ ഒരുപാട് ജീവിതാനുഭവങ്ങളോട് കടന്നു പോകുന്നൊരു കഥാപാത്രമാണ് ഇതിൻ്റെ നായകൻ, ഷൈൻ ടോം ചാക്കോ ചെയ്യുന്ന കഥാപാത്രം. അപ്പോൾ തീർച്ചയായിട്ടും സംഗീതവും ജീവിതവും ഇഴചേരുന്ന വളരെ ഇമോഷണലായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. ഒരുപാട് അനുഗ്രഹീതരായ സംഗീത കലാകാരന്മാരെ സംഭാവന ചെയ്തൊരു നാടാണ് കോഴിക്കോട്. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ബാബുരാജ് തുടങ്ങി അനവധിയായ, ശരത്ചന്ദ്ര മറാഠെ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ഒരു സംഗീതജ്ഞൻ കോഴിക്കോടിൻ്റെ സംഗീതത്തെ ഇഷ്ടപ്പെട്ട് കോഴിക്കോട് വന്ന് താമസമായി കോഴിക്കോട് ജീവിച്ച് മരിച്ച ആളാണ്. അദ്ദേഹമൊക്കെ ഈ സിനിമയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കോഴിക്കോടിൻ്റെ സംഗീത പാരമ്പര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സംഗീത കലാകാരന്മാരെ നമ്മൾ ഈ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും കോഴിക്കോടൻ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന കഥയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന സംഗീതം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും അവിടുത്തെ രാജഭരണത്തിൻ്റെയൊക്കെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ള സ്വാധീനിച്ചിരുന്ന സംഗീതത്തിൻ്റെയൊക്കെ ഒരു പാരമ്പര്യമാണ് തിരുവനന്തപുരത്തിന് അവകാശപ്പെടാനുള്ളതെങ്കിൽ കോഴിക്കോടിന് പൂർണ്ണമായിട്ടും ഹിന്ദുസ്ഥാനി ഗസലുകളുടെ ഒരു പശ്ചാത്തലമാണ്. അവിടെ ഇപ്പോഴും ഈ സംഗീതത്തെ ആരാധിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. ദിവസവും സ്വകാര്യമായ സദസ്സുകളിൽ ഗസലുകളും മെഹഫിലുകളും ഒക്കെ ആയിട്ട് സംഗീതത്തെ ഇപ്പോഴും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ സിനിമയുടെ ഭാഗമായി പരിവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയെന്ന് പറയുന്ന, സംഗീതമെന്ന് പറയുന്നത് ഒരു ഉപജീവന മാർഗമായി ഒരുപക്ഷെ അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം സംഗീതം ഇത്തരത്തിലുള്ള ഒരു അതിതീക്ഷ്ണമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അതിനെ പിൻപറ്റുന്നവർക്കൊക്കെ ഒരുപക്ഷെ അവർക്കൊരു ജീവിതോപാധിയായിട്ട് സംഗീതത്തെ കൊണ്ടു നടക്കാൻ കഴിയില്ല. അതിനായി അവർക്ക് മറ്റു തൊഴിലുകൾ ചെയ്യേണ്ടി വരും. പക്ഷേ സംഗീതം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്, ജീവശ്വാസം പോലെ അവർ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ്. ഇതിലെ നായകനും അതുപോലെ തന്നെയാണ്. ജീവിക്കുന്നതിന് വേണ്ടി അയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് മാറുകയാണ്. പക്ഷേ സംഗീതം അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു അയാളുടെ വികാരം തന്നെയായി മാറുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ സംഗീതത്തെ ഉപാസിക്കുന്നതിനിടയിൽ അയാളുടെ ജീവിതം അയാളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രധാനമായ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ കേരള സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെ നമ്മൾ ഈ സിനിമയിൽ വലിയൊരു ചർച്ചയാക്കി മാറ്റുന്നുണ്ട്. അതൊരു ആ അപകടത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകാൻ ഞാൻ ഈ സിനിമ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ച ശേഷമാണ് നമ്മളിതിലേക്കുള്ള അഭിനേതാവിനെ അന്വേഷിച്ചത്. കാരണം ആദ്യം നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വന്നത് ഈ പ്രായത്തിൽ, ഒരു 25-30 വയസ്സ് പ്രായമുള്ള ഒരു യുവ നായകനെയാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പം നമ്മുടെ നിലവിലുള്ള യുവ നായകന്മാരെ പലരെയും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയെങ്കിലും
എനിക്ക് തോന്നിയത് ഇതൊരു സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുന്ന കോഴിക്കോട്ടത്തെ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു താരമുഖം ആവശ്യമില്ല എന്ന് തോന്നി. ഒരു വളരെ പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരു പ്രത്യേക ഇമേജിൽ പ്രേക്ഷകർ കാണുന്ന ഒരു അഭിനേതാവിനെ, ഒരു താരത്തെ ആവശ്യമില്ല എന്ന് തോന്നി. ഒരു നടനെയായിരുന്നു എനിക്ക് ആവശ്യം. അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷകർ യാതൊരു മുൻവിധിയോടും കൂടി ഈ കഥയും ഈ കഥാപാത്രത്തെ സമീപിക്കണം എന്നുള്ളത് കൊണ്ട് അവർ കണ്ടു പരിചയമുള്ള അഭിനേതാക്കളുടെ അഭിനയ രീതികൾ, താരങ്ങളുടെ അഭിനയ രീതികൾക്കൊക്കെ അവർക്ക് വശമുണ്ട്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് അവർക്കറിയാം. പക്ഷേ അത്തരത്തിലൊരു മുൻവിധി ഈ കഥാപാത്രത്തിനും കഥയ്ക്കും ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ് ഷൈനിലേക്ക് എത്തിപ്പെട്ടത്. ഷൈൻ കൂടാതെ ഒരുപാട് പുതിയ ആൾക്കാരെ അന്വേഷിച്ചിരുന്നു, പുതിയ ഒരു മുഖത്തെ തന്നെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഷൈൻ്റെ ചില സിനിമകളാണ് അയാളുടെ രൂപവും അയാളുടെ അഭിനയത്തിലുള്ള അയാളുടെ ഒരു പ്രതിഭയും അയാളുടെ ചെറിയ വേഷങ്ങളാണെങ്കിലും അതിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അഭിനയിച്ച ഇതിഹാസ എന്ന ചിത്രം ഒരു വളരെ ടഫായിട്ടുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായ റോളായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജെൻഡർ മാറിയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ടഫായിട്ട് ഒരു ആക്ടറുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ അദ്ദേഹം വിജയകരമായി തരണം ചെയ്ത ഒരാളാണ്. പക്ഷേ ഇത്തരത്തിൽ ഞാൻ കൊടുക്കുന്ന കഥാപാത്രത്തിന്, എൻ്റെ ഈ സിനിമയിലുള്ള കഥാപാത്രത്തെ ഒരുപക്ഷെ ഒരു വലിയ ആക്ടർക്ക്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആക്ടർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഷൈൻ്റെ ഈ ചിത്രങ്ങളിലെ ഒരു അഭിനയസിദ്ധിയെ എനിക്ക് ഇത്തരത്തിലൊരു കഥാപാത്രത്തെ അദ്ദേഹത്തെ ഏൽപ്പിക്കാനുള്ള ധൈര്യം തന്നത്. ആ തീരുമാനം പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം വളരെ സംഘർഷഭരിതമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഈ കഥാപാത്രം കടന്നു പോകുന്നത്. അപ്പോൾ ആ തീക്ഷ്ണമായ അനുഭവങ്ങളെയൊക്കെ ഷൈൻ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് സിനിമ കാണുമ്പോൾ ബോധ്യപ്പെടും. ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഷൈൻ്റെ അഭിനയത്തെ തന്നെയായിരിക്കും ഒരു പ്രധാന ഘടകമായിട്ട് പറയാൻ പോകുന്നത്.